ബയോടെക്നോളജി നമുക്ക് ഏതൊക്കെ ഏരിയയിൽ ആപ്ലിക്കബിൾ ആണ്? ഒരുപാട് ഏരിയാസ് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ ചോദിച്ചാൽ ഒന്ന്, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ. ഒത്തിരി ആളുകൾ ഡയബറ്റിക് അല്ലേ, അവർക്കൊക്കെ ഇൻസുലിൻ വേണ്ടി വരില്ലേ? അപ്പോൾ ഈ ഇൻസുലിൻ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ബാക്ടീരിയയിൽ നിന്ന് പോലും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് മെഡിക്കൽ ബയോടെക്നോളജിയാണ്. അതൊരു എക്സാമ്പിൾ. പിന്നെ നമ്മൾ ഈ ബയോ റെമഡിയേഷൻ പോലുള്ള കാര്യങ്ങൾ, അത് എൻവിറോൺമെൻറ്റൽ ബയോടെക്നോളജി ആണ് ആ ഒരു കാറ്റഗറി. ഈ ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഓയിൽ സ്പിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ ഈ മെറ്റൽ കണ്ടാമിനേഷൻ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ മൈക്രോ ഓർഗാനിസത്തിനെ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഒഴിവാക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും ഒരു എൻവിറോൺമെൻറ്റൽ ബയോടെക്നോളജിയാണ്. പിന്നെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള മറ്റേ BT ബ്രിഞ്ചോളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊരു അഗ്രികൾച്ചറൽ ബയോടെക്നോളജി എന്ന് പറയാവുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഈ ഫോറൻസിക്കിൻ്റെ മേഖലയിൽ നമ്മളിപ്പം ഈ DNA അനാലിസിസ് അതുപോലുള്ള കാര്യങ്ങളില്ലേ, അതെന്ന് പറയുന്നത് ഫോറൻസിക് ബയോടെക്നോളജിയാണ്. ഇങ്ങനെ ബയോടെക്നോളജി നിരവധി മേഖലകളിലുണ്ട്. അതുകൊണ്ടാണ് ഈ ബയോടെക്നോളജിക്ക് ജോലി സാധ്യത എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മൾ കോമൺലി പറയാറില്ല, റിസർച്ചിലുണ്ട്, അതുപോലെ ടീച്ചിങ്ങിലുണ്ട്. ഈ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായ മേഖലകളിൽ ഇത് കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഏതൊരു ഏരിയയിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും, ഏതിലാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് ഏത് ഏരിയയിലേക്ക് വേണോ എൻട്രി ചെയ്യാൻ പറ്റും. ഒത്തിരി മേഖലകളുണ്ട് ഇങ്ങനെ ബയോടെക്നോളജി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.